ഹായ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ 2 ദിവസം മുന്നേ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലേ, കല്ലിറക്കി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ടുള്ള കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത്. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നൊരു വീഡിയോ ഉണ്ടെന്ന്. പിന്നെ കമൻറ്റ് ബോക്സിൽ വന്ന് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്തേ വീഡിയോ വരാഞ്ഞത്. ഞാൻ അന്ന് ഉമ്മാൻ്റെ വീട്ടിൽ പോയിട്ട് ഉള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് 2-3 ദിവസം അവിടെ വിരുന്നൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് എടുത്ത ഒരു വീഡിയോയും വിശേഷങ്ങളും കുട്ടികളുടെ കുറച്ച് കളികളും തമാശകളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ലൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആ വീഡിയോ എടുത്ത സമയത്ത് എൻ്റെ മക്കളടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വലിയ തള്ളാരൊക്കെ ആകുമ്പോൾ നമ്മുടെ ചാനലിലൊക്കെ സെർച്ച് ചെയ്ത് ആ വീഡിയോ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ കുട്ടികളുടെ കുറേ കളികളൊക്കെ ഉള്ളത് കൊണ്ട് യൂട്യൂബിന് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. ആള് യൂട്യൂബ് റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ വീഡിയോ. അതാണ് അന്ന് വീഡിയോ പിന്നീട് ഇല്ലാഞ്ഞത്. അപ്പോൾ നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്ത് അപ്ലോഡാക്കി അത്രയും എംബിയും കളഞ്ഞിട്ട് പിന്നെ പോലെ ഡിലീറ്റ് ആക്കുമ്പോൾ പിന്നെ നമുക്ക് ആ വീഡിയോ റീ എഡിറ്റ് ചെയ്യാനും ഒന്നും തോന്നൂല. അതാണുള്ള അവസ്ഥ. അപ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കണ എന്താ വെച്ചാൽ നമ്മുടെ തറയിൽ കല്ല് വരുന്നതിൻ്റെ മുന്നായിട്ടുള്ള കുറച്ച് മുന്നോടി പരിപാടികളാണ് കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ തറയിൽ നമ്മൾ മണ്ണിട്ടിട്ടുണ്ടെങ്കിൽ, അപ്പോൾ മണ്ണിടുമ്പോൾ നമ്മൾ കുറച്ചധികം ഇടുമല്ലോ. വെയിലല്ല മഴയൊക്കെ കൊള്ളുമ്പോൾ ഒന്ന് മണ്ണ് താകുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഇവിടുത്തെ മണ്ണ് താഴത്തില്ലടാ, താന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇവിടെ ഫുള്ള് ചരലാണ്. അപ്പോൾ ഇനിയിപ്പോൾ അത് കുറച്ചൊന്ന് കോരി മാറ്റേണ്ടി വന്നു. അപ്പോൾ അത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ഒന്ന് കല്ല് വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇമ്മാരോടേക്കൊരു 2-3 ദിവസത്തിന് വിരുന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഇവിടെ ആൾ വന്ന് നോക്കിയതും നമ്മുടെ വീട് വാർക്കാൻ വേണ്ടിയിട്ട് എഗ്രിമെൻ്റ് എഴുതാനൊക്കെ ആൾ വരുമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ വേഗം ഇവിടുന്ന് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഉമ്മ എന്നെ കൊണ്ടുവന്നാക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടേനി. അപ്പോൾ ഉമ്മ വന്നപ്പോൾ ഉമ്മക്ക് നല്ല പണിയും കിട്ടിയിട്ടുണ്ടേനി. ഇവിടെ കുറേ അധികം കുറച്ചൊക്കെ മണ്ണ് ശരിയാക്കലും അതേപോലെ തന്നെ ഈ സൈഡിലൊക്കെ കുറേ കല്ലുകൾ ഉണ്ടായിന് കേട്ടോ. നമ്മുടെ തറ കെട്ടാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന കല്ലുകളുടെ ബാക്കി പൊടി പടലങ്ങൾ ഒക്കെ ഉണ്ടായിന്. അപ്പോൾ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടുക, വേറെ എന്തിനേലൊക്കെ ആവശ്യങ്ങൾ വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഈ സൈഡൊക്കെ ഒന്നിങ്ങനെ ഒഴിച്ച് കൊടുക്കുകയും വേണം. ഇനിയിപ്പോൾ ഓൽക്ക് എന്തെങ്കിലും മണലും മെറ്റലും ഒക്കെ കൊണ്ടുവന്ന് തട്ടാനൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം നല്ലോണം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇമ്മ വന്നതുകൊണ്ട് എനിക്ക് കുറേയൊക്കെ പണി ഭാരം ഒഴിഞ്ഞിട്ടിട്ടോ. കാരണം ഉമ്മ കുറേ അധികം മെന്നെ എടുത്തിട്ടുണ്ടായത്. അപ്പോൾ ഇതാ വ്ളോഗർ വൈപ്പാത്തു ഇവിടെ തലയിലൊക്കെ മാന്തി വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. മൊത്തം കുത്തിയാൽ കൊമ്പളം മുളക്കൂല എന്ന് പറയുന്നത് വെറുതെ ഒന്നല്ല മക്കളെ. എൻ്റെ കണ്ടിപ്പോൾ ഓളും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. അങ്ങനെ ഇവിടെ കുറേ കല്ലൊക്കെ ഉണ്ടായിന്. ഇതൊക്കെ പൊറുക്കി മാറ്റിട്ടോ. കുറച്ചും കൂടി ഉണ്ട്. അപ്പോൾ തന്നെ വെയിലായി. അതൊക്കെ കൊണ്ടുപോയി അപ്പുറത്തിട്ടിക്കണം. വാത്തന്നാണ് കൂടിക്കും നാണ് 10 കള്ള അങ്ങറ്റിരും ഇങ്ങറ്റിരും ഇട്ട തന്നെ 4 വയ്ക്കുമ്പോൾ. അപ്പോൾ കുഞ്ഞുട്ടി രാവിലെ കുറച്ച് നേരമൊക്കെ ഒന്ന് ഇവിടെ ഇങ്ങനെ പണിയെടുത്ത് കണ്ടേ. പിന്നെ ആൾക്ക് പണി ഉണ്ടായിന് കേട്ടോ. അപ്പോൾ അങ്ങനെ ആൾ പോയിട്ടുണ്ടായിന്. അത് കഴിഞ്ഞ് പിന്നെ ഉച്ച കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ബാക്കിയുള്ള പരിപാടികളൊക്കെ. അപ്പോൾ നമ്മുടെ വീട് പണി 5.5 ലക്ഷത്തിനാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. മൊത്തം വാർത്ത് അടി കോൺക്രീറ്റ് ചെയ്ത് തരാനാണ് കേട്ടോ. അങ്ങനെയാണ് എഗ്രിമെൻ്റ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ മാഷാ അല്ലാഹ് നമ്മുടെ എന്താ പറയുക, നിങ്ങളുടെ സഹായം കൊണ്ടാണ് നമ്മുടെ വീട് പണീൻ്റെ തുടക്കം. നമ്മുടെ ഈ ഒരു റമളാനിൽ 1,60,000 കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 1,60,000 സ്നേഹം, ആ ഒരു സ്നേഹം കൊണ്ടാണ് നമ്മുടെ ഈ ഒരു വീട് പണി തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ അൽഹംദുലില്ലാ. അപ്പോൾ അഡ്വാൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിന്. അപ്പോൾ അങ്ങനെ ഇന്ന് കല്ല് വരും എന്നൊക്കെ പറഞ്ഞപ്പോൾ കുറേയൊക്കെ അവിടെ ഒക്കെ ഒന്ന് ചെത്തിക്കോരിയൊക്കെ ഒന്ന് വൃത്തിയാക്കി ശരിയാക്കി കല്ല് വെക്കാനൊരു ലെവൽ വേണമല്ലോ. നമ്മൾ തറ ആകെ കാടുമൊക്കെ പിടിച്ച് ആ ഒരു രീതിയിലായിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കിയൊക്കെ എടുത്ത് സെറ്റപ്പ് ആക്കി എടുത്തു കേട്ടോ. അപ്പം അന്ന് വൈകിട്ടാണ് കല്ല് വന്നിട്ടുണ്ടായിന്. ഇപ്പച്ചി വന്നപ്പോൾ 2 ആൾക്കും കൂടാൻ വയ്ക്കുന്നുണ്ടല്ലേ.
അപ്പോൾ ഇത് പിറ്റേ ദിവസം രാവിലെ ഞാനെടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കല്ല് വന്നത് വൈകിട്ടാണ്. അപ്പോൾ ആ ഒരു സമയത്തൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. പിന്നെ എനിക്ക് തന്നെ ആളുകളുടെ ഇടയിലൊക്കെ ഇങ്ങനെ ഇറങ്ങിപ്പോയി ക്യാമറ പിടിച്ചാനും വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര മടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ സമയത്ത് വീഡിയോ എടുക്കാനൊന്നും പോയിട്ടുണ്ടായില്ല. അപ്പോൾ പിറ്റേ ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഫോട്ടോ എടുത്ത് കണ്ട് ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഇട്ടപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കല്ലിനെന്താ ഇത്രയും കളർ എന്നുള്ളത്. അപ്പം നമ്മളെ ക്യാമറ എടുത്തപ്പോൾ ഫിൽറ്റർ ഓൺ ആയിട്ടുണ്ടായിന്, അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ കളറായിട്ട് തോന്നിയത്. അപ്പോൾ ഇന്ന് കുഞ്ഞിൻ്റെ ലീവിന്, അപ്പോൾ ഇന്നലത്തേൻ്റെ ബാക്കി ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടായിന് ഇവിടെ. അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റലും നീക്കലും ഒക്കെ തന്നെയാണ് കേട്ടോ പണി. അപ്പോൾ ഇത് നമ്മുടെ തറപ്പണീൻ്റെ ബാക്കിയുള്ള കുറേ കാരണങ്ങളൊക്കെ അപ്പോൾ ദാ ഇവിടെ ബാക്കിയുള്ളടത്തും അടുക്കളൻ്റെ ആ ഭാഗത്തൊക്കെ കുറച്ചൊക്കെ ഉണ്ടായിന്. അപ്പോൾ അതൊക്കെ നീക്കണം കേട്ടോ. പിന്നെ നമ്മുടെ ടാങ്കൊക്കെ മാറ്റണം. ഇപ്പോൾ തറൻ്റെ മുകളിലേനല്ലോ ടാങ്ക്, അപ്പം ഇനി അതൊക്കെ മാറ്റണം. പിന്നെ നമ്മുടെ അടുപ്പ് ഉണ്ടല്ലോ ഇവിടുന്ന്, അപ്പം അത് അവിടേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പം ഇതൊക്കെ അമ്മയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഉമ്മ ഒരു ദിവസം ഇവിടെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്രയും പണി ഉണ്ടായിരുന്നു ഇവിടെ. കാരണം ഞാൻ ഈ കുട്ടീനെയും കൊണ്ട് ഒക്കെപ്പാട് ചെയ്യൽ നടക്കൂലല്ലോ. അപ്പോൾ ഇവിടെ തിരുമ്പാങ്കല്ല് മാറ്റണം. പിന്നെ ഇവിടെ നമുക്ക് ടാങ്ക് വെക്കാനുള്ള സെറ്റപ്പാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. തിരുമ്പാങ്കല്ല് ഇവിടുന്ന് മാറ്റണമൊന്നുമില്ല, പക്ഷേ അതിൻ്റെ ഹോളോ ബ്രിക്സ് ഒക്കെ എടുത്തിട്ട് നമ്മുടെ ടാങ്ക് ഉയർത്തി വെക്കാനുള്ള സെറ്റപ്പ് നോക്കണം കേട്ടോ. പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ വേറൊന്നും കാര്യമായിട്ടൊന്നും എടുത്തിട്ടില്ല. ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അതൊക്കെ ഞാനിങ്ങനെ എടുത്തതാണ് കേട്ടോ. ഇത് 2 ദിവസമായിട്ട് ഞാൻ അപ്പോഴപ്പോൾ എടുത്ത വീഡിയോസാണ്. അപ്പോൾ നമ്മുടെ വീട് പണി പെട്ടെന്ന് പൂർത്തിയാകാനും ഒക്കെ വേണ്ടിയിട്ട് നിങ്ങളെ പ്രാർത്ഥനയും സ്നേഹവും സഹകരണവും ഒക്കെ ഇനിയും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് വീട് പണിയൊക്കെ പൂർത്തിയാകാൻ വേണ്ടിയിട്ട് എല്ലാവരും ദുആ ചെയ്യണേ. അസ്സലാമു അലൈക്കും. വീണ്ടും കാണാം. ബൈ ബൈ.